ശാന്തകുമാർ, ഇതുവരെ 6% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2-3 ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ, വോട്ടെടുപ്പ് നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ബൂത്തുകളിലെ കാഴ്ചകൾ എങ്ങനെയാണ് ശാന്തകുമാർ? തീർച്ചയായും 3 സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായത്. രാവിലെ പോളിംഗ് ആരംഭിച്ചു, അതിനുശേഷം മെഷീന് തകരാറായതും അവയ്ക്കെല്ലാം ഇപ്പോൾ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ പിന്നിട്ട് പോളിംഗ് ആരംഭിച്ചിട്ട് 6% പേർ വോട്ട് ചെയ്തു എന്നാണ് അനൗദ്യോഗിക കണക്ക്. ഔദ്യോഗികമായിട്ടൊരു സ്വീകരണം ഇനി വരേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ പോത്തുകൽ പഞ്ചായത്തിലെ വെണ്ടേക്കുംപൊട്ടി എന്നൊരു ബൂത്തിലാണ്, 126 നമ്പർ ബൂത്ത്. ഈ ബൂത്തിൽ ഏകദേശം 784 വോട്ടർമാരാണുള്ളത്. അതിനകത്ത് 10% പേർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി കൂടുതൽ പേർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നേരത്തെ നിലമ്പൂരിൽ കണ്ടതുപോലെ, നിലമ്പൂരിൽ നഗരസഭയിൽ കണ്ടതുപോലുള്ള വലിയ ക്യൂ ഒന്നും ഇവിടെയില്ല. വളരെ കുറഞ്ഞ വോട്ടർമാർ മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ വലിയ തിരക്കും ഈ ബൂത്തിൽ അനുഭവപ്പെടുന്നില്ല. എന്തായാലും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മറ്റു ഒരുക്കങ്ങളും എല്ലാം ഇവിടെ റെഡിയാണ്. മറ്റൊന്ന്, ഈ ബൂത്തിന്റെ പ്രത്യേകത, DCC പ്രസിഡന്റ് VS ജോയ് ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം എത്തും. VS ജോയ് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അതിന് മുമ്പും എല്ലാം ഏറെ ചർച്ചയായത് VS ജോയുടെ അതുപോലെ തന്നെ അരടൻ ഷൗക്കത്തിന്റെയും പേരുകളായിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തി കൂടിയാണ് VS ജോയ്. അതുകൊണ്ട് തന്നെ VS ജോയ് ഈ ബൂത്തിൽ വോട്ട് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് സമീപത്താണ് ഈ ബൂത്തുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും കാര്യമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളോ ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 6% പോളിംഗിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് നല്ല ശരി ശാന്തകുമാറിലേക്ക് ഞാൻ മടങ്ങിയെത്താം വളരെ വിശദമായി. പ്രിയപ്പെട്ടവരെ, നിലമ്പൂർ അങ്ങനെ വിധി എഴുതുകയാണ്. നമുക്കറിയാവുന്ന പോലെ പലവിധമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ നിലമ്പൂർ വിധി എഴുതുന്നു.